രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു തേങ്ങാ ചമ്മന്തിയാണ്. ഇത് മാളുവിൻ്റെ സ്പെഷ്യലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിന്ന് പറഞ്ഞാൽ എന്നാൽ മാളു ഇന്ന് ഉണ്ടാക്കുമ്പോൾ അന്ന് അതൊന്ന് വീഡിയോ ഇട്ട് എല്ലാവർക്കും ഒന്ന് കണ്ട് ഉണ്ടാക്കാമല്ലോ. തേങ്ങാ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. കാര്യം ശരിയാണ്, വളരെ ഈസിയാണ്. എന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായില്ലെങ്കിൽ ആ ടേസ്റ്റ് അതുപോലെ തന്നെ വരില്ല. അപ്പോൾ ഇന്ന് മാളുവിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ഇന്ന് മാളു ഇവിടെ എന്തൊക്കെയാണ് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നതെന്ന് ചോദിച്ചു നോക്കട്ടെ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 6 വത്തൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചുവന്നുള്ളി, ഒരു കുറച്ച് ഇഞ്ചി, 2 ഇതള് കറിവേപ്പില, ഒരു കുറച്ച് പുളി, വാളംപുളി അല്ലേ? വാളംപുളി, നല്ല പുളിയുള്ള നല്ല വാളംപുളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി നമ്മുടെ ഇച്ചിരി വലുതാ അല്ലേ, അതുകൊണ്ട് 2 എണ്ണം. അപ്പോൾ ഇതെങ്ങനെയാണ് മാളു ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇടുകയാണ്. ഓക്കെ, ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് നുറുക്കിയിടുന്നത് അല്ലേ? ഇഞ്ചിയുടെ സൈസൊക്കെ കണ്ടല്ലോ, അപ്പം അത്രയും വലിയ ഇഞ്ചി വേണം അല്ലേ നമ്മൾ എടുക്കുമ്പോൾ? കുറച്ച് ഇഞ്ചി അരിഞ്ഞിടുക. അത് 2 ഇഞ്ചെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു നീളം. അപ്പോൾ 2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി അതും ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് മുറിച്ചിടുവാണ്. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്നാ ഇടുന്നത്? തേങ്ങ അവസാനമാണോ? തേങ്ങ അവസാനം. അത് കഴിഞ്ഞ് വത്തലമുളക് നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഓക്കെ, അത് എരിവനുസരിച്ചായിരിക്കും അല്ലേ? നമ്മുടെ ഭാഗം ഇവിടെ 6 എണ്ണം, ഇത്ര എണ്ണത്തിന്. ഓക്കെ, അത് കഴിഞ്ഞ് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചേക്കണ വാളംപുളി. ഓക്കെ, പിന്നെ അവസാനം തേങ്ങ. ഓക്കെ, തേങ്ങ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഒട്ടും തേങ്ങ വെള്ളം ചേർക്കരുത് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഓക്കെ, അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ തേങ്ങ അതിലോട്ടിട്ട് കൊടുക്കുവാണ്. ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമുക്കിതൊന്ന് ഇട്ടാൽ മതിയല്ലോ. എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അരച്ചെടുക്കാം. ഒതുക്കി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിക്കും അങ്ങ് അരയ്ക്കും. ആദ്യം ഒന്ന് ഒതുക്കി എടുത്തിട്ട് പിന്നെ എല്ലാം കൂടെ നമ്മൾ ഒരു സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നോടെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പം ഒന്ന് മാളു ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം മാളു ഇവിടെ തേങ്ങ നന്നായിട്ട് ആ ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് അരച്ചെടുത്ത് 2-3 പ്രാവശ്യമായിട്ട് നിർത്തി അരച്ചെടുത്തത്. കാരണം ഒട്ടും വെള്ളം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞു ജാറുക. അപ്പം എല്ലാം ആദ്യം ഒന്ന് നിർത്തി, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു, വീണ്ടും ഒന്നോടെ അടിച്ചു. അങ്ങനെ നിർത്തി നമ്മൾ ഇത് അടിച്ചെടുത്തത്. ഓക്കെ, ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, ഈ പരുവം തന്നെ അല്ലേ? കറക്റ്റ് പരുവാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, നല്ല രുചി ടേസ്റ്റ് അല്ലേ? നടുക്കോട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഓക്കെ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ചമ്മന്തി ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് പരിപാടി കഴിയും അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊതിയായിട്ട് മേല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ? ഓക്കെ, ഇപ്പം മാളുവിൻ്റെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാളു നന്നായിട്ട് ഉരുട്ടിയെടുത്തേക്കുക. വെളിച്ചെണ്ണയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഈ കറക്റ്റ് പരുവത്തിലാണെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. കറക്റ്റായിട്ട് അരിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ആ നല്ല ഷേപ്പിൽ ഉരുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. മാളു എന്നും ഉണ്ടാക്കണ പോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ, ഇത് തന്നെ മതി. ഞങ്ങളെല്ലാവരും ഇവിടെ ചമ്മന്തിയുടെ ഭയങ്കര ഫാൻസാണ്. എന്നും ഉണ്ടാക്കണ പോലെ തന്നെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻ്റ് ഇട്ട് അതൊന്ന് പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ രുചിയുടെ ലോകം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.